അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഡോക്ടർ ശശിധരൻ ആദ്യം ഉണ്ടായിരുന്നു, പുള്ളിക്ക് പിന്നെ സുഖമില്ലാതപ്പോൾ പുള്ളി അതിൽ നിന്ന് മാറി, കാരണം പുള്ളിക്ക് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ജനങ്ങൾക്കുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം ഒരു ഓർഗനൈസേഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ജനസേവാ സമിതി ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യാനുള്ള താമസം എന്നുള്ള ആ സമയത്ത് ഈ പരിപാടികൾ ആദ്യം ഇതുമായിട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രസ്റ്റിന്റെ ഫോം ചെയ്തതിന് ശേഷം എല്ലാം ജനസേവാ സമിതി. അപ്പോൾ ഇതിനൊരു ഓഫീസ് ഉള്ളതുകൊണ്ട് ആളുകൾക്ക് പറവൂരുള്ളവർ മാത്രമല്ല, വടക്കേക്കര മുതൽ കരിമല്ലൂർ, തട്ടാമ്പടി, വരാപ്പുഴ വരെയുള്ള പല സംഘടനകളും നമ്മൾ വഴിയാണ് ചെയ്തിരുന്നത്. കാരണം നമുക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഇനി മേരി മാഡം എന്ന് വെച്ചാൽ സിൻസിയറായിട്ടത് ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാർക്ക് ആ പരിചയമുള്ളതുകൊണ്ട് പുള്ളിക്കാരി ഇത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എപ്പോൾ ഫോൺ എടുത്താലും ഒക്കെ അറ്റൻഡ് ചെയ്യാനും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈവൻ പുറത്തുനിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ളവർ വരെ ഈ ഓൺലൈനിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വന്നത്. അങ്ങനെയാണ് കൂടുതൽ എമൗണ്ട് ചെയ്യുന്നത് ഞങ്ങളുടെ തലയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് കാരണം ഇത് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രധാനമായിട്ട് മാറും. മാത്രമല്ല വന്നു അത് ഓൺലൈനിലായതുകൊണ്ട്, കാരണം ഓൺലൈനിൽ അതെ ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് എളുപ്പത്തിലായതുകൊണ്ട് അവരില്ല. അപ്പൊ ഈ ഇതിൽ നടന്നുകൊണ്ടിരിക്കാതെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ തന്നെ 750 പേർക്ക് 2 വീലർ കൊടുത്തു, 2000 പേർക്ക് മറ്റുള്ള ലാപ്ടോപ്പ് കൊടുത്തു, 1500 പേർക്ക് 1500 പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തു, 2000 പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു, സ്കൂൾ കിറ്റുകൾ കൊടുത്തു. അതല്ല ബാക്കിയെല്ലാം ഭംഗിയായിട്ട് പോകുന്നത്. പക്ഷെ ഇതിന്റെ 2 വീലർ കിട്ടാനായിട്ട് ഡിലേ വന്നപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞങ്ങൾ 2 വീലറിന്റെ ബുക്കിംഗ് നിർത്തി. സംഘടനയുടെ കീഴിലാണ് ഞങ്ങൾ ഇതെല്ലാം വർക്കുന്നത്. കേരളത്തിലൊരു 175 സംഘടനകൾ ഇതേപോലെ ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. അവരൊക്കെ കൂടി ഓർഗനൈസ്ഡായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ CSR ഫണ്ട് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. അപ്പോൾ സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളിത് ശരിയായ കൈകളിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ അഡ്വർടൈസ് ഒന്നും ചെയ്തില്ല. വാട്സാപ്പ് വഴി അല്ലാതെ നമ്മൾ വഴി വരെ ബോർഡ് വെക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം ആളുകൾ പക്ഷേ കേട്ടറിഞ്ഞവരും ഗുണം കിട്ടിയവരൊക്കെ പറഞ്ഞാണ് കൂടുതൽ പേര് ഇതിലേക്ക് വന്നത്. ഇത് ഭംഗിയായിട്ട് നടക്കുന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ ഈ ഡിലേ വന്നുകൊണ്ടാണ് ഞങ്ങൾക്കും സംശയം. അതുകൊണ്ടാണ് അവസാനത്തെ ഫണ്ട് ഞങ്ങൾ അയച്ചില്ല. അവസാനം ഒരു 1.55 lakhs 1 CR 55 lakhs അത് അയക്കാതിരുന്നത് ഇതൊന്നും വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അത് അയച്ചില്ല. അതുകൊണ്ട് ആ ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഇത് ഫണ്ട് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ഇതേ വരുന്നുണ്ട്. അതിന് എത്ര ലക്ഷം ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നിട്ട് അത് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള എല്ലാ ആളുകളും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിട്ട് പേപ്പറിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇന്ന് ആവശ്യം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്നലെയാണ് ഇത് എല്ലാവർക്കും എത്തിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് അനൗൺസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അത് അതിനിടയ്ക്ക് നമ്മളൊരു ഓപ്ഷൻ ഇതിലിട്ടിരുന്നു. ചിലർ ഇപ്പോൾ ഒരു കുട്ടി വിദേശത്തേക്ക് പോയി, അപ്പോൾ അതിന് വണ്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾക്ക് ജോലി കിട്ടി ഇവിടം വിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും അപ്പോൾ മെസ്സേജ് തന്നെ ഇട്ടിരുന്നു, ആർക്കെങ്കിലും വണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഇത് വേണ്ടാന്ന് വെക്കാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് അപ്പം തന്നെ പൈസ കൊടുത്തു. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 5-8 പേർക്കോ മറ്റോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത് കൊടുക്കാൻ കേസ് വന്നപ്പോൾ അത് സ്വീകരിക്കാൻ നിർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഫ്രീസായി. ഇല്ലെങ്കിൽ അത് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. കാരണം നമുക്കിതിൽ കൈകളെ ശുദ്ധമാണ്. അത് മാത്രമല്ല എല്ലാം പെർഫെക്റ്റ്ലി ഡോക്യുമെന്റഡ് ആണ്. അക്കൗണ്ട്സ് നോക്കിയാൽ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള NGO കോൺഫെഡറേഷന്റെ അക്കൗണ്ട് അല്ല, അതിന് ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഉണ്ട്. ഇപ്പൊ ഓരോന്നിനും ഈ പേപ്പറിൽ വന്നിരുന്ന ഒരു 3-4 ഇതുണ്ട്. അതിലേക്കാണ് ഈ ഇത് പോകുന്നത്. NGO കോൺഫെഡറേഷൻ ഇല്ല, അതിനെല്ലാം എഗ്രിമെന്റ് ഉണ്ട്. പേരുകൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് തരാം. ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻസ് അല്ല, അതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത്. കാരണം ഇത് അനന്തകുമാർ സാറ് ഈ അനന്തകുമാർ കോൺഫെഡറേഷൻ ഇതിനെതിരെ ഓതറൈസ് ചെയ്തേക്കാണ് സംഘടന. അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് അയക്കുന്നത്. കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമല്ല, ആ ഇംപ്ലിമെന്റിങ് ഏജൻസി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഫണ്ട് ഇന്ന പ്രൊജക്ടിന്റെ ഫണ്ട് ഇന്നതിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിട്ടിരുന്നത്. അതെല്ലാവരും കേരളത്തിലെല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നത്. അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അവർ ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ടി പൈസ തീർക്കാനുള്ള എല്ലാവരും. പിന്നെ നമുക്കിത് എന്ന് കിട്ടുന്നവർ ചോദിച്ചു, അത് എനിക്കും എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. അത് ഗവൺമെന്റ് ഇപ്പം ഇതിന്റെ ഇത് ചെയ്തിരിക്കുന്ന കേസ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇരുന്നാണ്. അതിനുള്ള പൈസ മാത്രമാണ് നമ്മൾ ഈ ആളുകളുടെ 1000 രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. അത് ആദ്യം വാങ്ങിച്ചിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ പൈസ മുഴുവൻ നമ്മളെ ഇന്ന് എടുക്കണം. അത് വലിയൊരു എമൗണ്ട്. അപ്പൊ അതിന് വേണ്ടി വണ്ടി വരുമ്പോൾ വണ്ടി അൺലോഡ് ചെയ്യാനുള്ള പൈസ മുതൽ ഇത് അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റോളും പിന്നെ ബാനർ വെക്കുന്നതും മറ്റേ പരിപാടികളും രജിസ്ട്രേഷനും എല്ലാം ആ എക്സ്പെൻസിനെല്ലാം കൂടിയാണ് ഈ 1000 രൂപീസ് രജിസ്ട്രേഷനും. പിന്നെ ഇവര്
അഡ്വക്കേറ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട് ഓരോ വണ്ടിയുടെ ഒരു വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. 5 വർഷത്തേക്ക്. അതെ അതെ അതെ. അപ്പൊ ആ എഗ്രിമെന്റ് വെക്കണ ആ എല്ലാം എക്സ്പെൻസ് നമുക്കാ. ഡോക്ടർക്ക് അന്ന് 14-ാം തീയതി തന്നെ കൊടുക്കാം, നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അത് എസ് ഐ അടക്കം വരുന്നത് 14-ാം തീയതിക്കുള്ളിൽ ഇതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്തും, എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റും.